ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് രാവിലെ തന്നെ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നവർക്ക്, ഇൻട്രാഡേ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ചാർട്ട് ലിങ്കിൽ പോയാൽ നിൽക്കും ഈ ഒരു സ്ട്രാറ്റജി കിട്ടും, നോക്കാൻ പറ്റും. സിമ്പിളായിട്ട് നമ്മളെ ധൻ അക്കൗണ്ടിൽ സിമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഞാൻ കുറേ അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുണ്ട്, ബ്രോക്കറുടെ അക്കൗണ്ടുകൾ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കിട്ടുന്നതും ഡാറ്റ കിട്ടുന്നതുമായിട്ടുള്ള, നമുക്ക് എളുപ്പത്തിനും യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള സൈറ്റുകളാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമ്മളത് യൂസ് ചെയ്യുന്ന മാത്രമേ നമുക്കത് മനസ്സിലാക്കാൻ പറ്റൂ, നമുക്കത് ഫേവറബിൾ ആണോ അല്ലേ, യൂസർ ഫ്രണ്ട്ലി ആണോ, ഡാറ്റ ഉണ്ടോ അല്ലേ. ആരുടെയും വീഡിയോ കണ്ടിട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഒരുവിധപ്പെട്ട എല്ലാം തന്നെ എടുത്തിട്ട് 10-18ഓളം ബ്രോക്കറുടെ അക്കൗണ്ട് എനിക്കുണ്ട്. ഓക്കെ, എത്ര അക്കൗണ്ട് വേണോ ഒരാൾ എടുക്കാം, കുഴപ്പമൊന്നുമില്ല. അതെടുത്തിട്ട് നമ്മൾ എല്ലാം പോയി ആക്ടിവേറ്റ് ചെയ്യാതിരുന്നാൽ മതി. അല്ലെങ്കിൽ നമുക്കതിനെ കുറച്ച് നാളത്തേക്ക് വേണമെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് വേണമെങ്കിലും വയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആക്ടിവേറ്റ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ധൻ അക്കൗണ്ടിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതിലിപ്പോൾ ഞാൻ ആദ്യം ഉള്ള ക്യാപ്ഷൻ ഉള്ളത് കാര്യം ഞാൻ ആദ്യം പറയാം. അതായത് രാവിലെ ഒരു എൻട്രി തൊട്ട്, അതായത് 9:20 തന്നെ നമുക്കൊരു എൻട്രി, കുറേ സ്റ്റോക്കുകൾ കിട്ടുന്ന ഒരു ഫിൽട്ടർ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിൽ ധന്നിൻ്റെ ഹോമിൽ നിന്നും മാർക്കറ്റിലേക്ക് വരിക, ഈ മാർക്കറ്റിലേക്ക് വരിക. അതിൻ്റെ അടുത്ത് അതിൻ്റെ താഴെ ലൈവ് ഓപ്ഷൻ സ്റ്റോക്ക് എന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിൽ സ്റ്റോക്കിലേക്ക് വരിക. സ്റ്റോക്കിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻഡെക്സസ് ആണ്. ഇൻഡെക്സിൽ നമ്മൾ ആദ്യം മാർക്കറ്റിൻ്റെ ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് അവരിത് കൊടുത്തിട്ടുള്ളത്. മാത്രം മാർക്കറ്റായ US മാർക്കറ്റിനെ പറ്റി കൂടുതലുണ്ട്. അല്ല, UK മാർക്കറ്റ്, ജർമ്മനി, ഫ്രാൻസ്, ജപ്പാൻ, അങ്ങനെയുള്ള മാർക്കറ്റുകൾ ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ ആൾ ഓവർ മാർക്കറ്റ് എങ്ങനെയാണെന്ന് രാവിലെ ഒരു ധാരണ നമുക്ക് ഇതിൽ നിന്ന് തന്നെ കിട്ടും. അല്ല വേറെടുത്തും പോയി അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. അത് നമ്മൾ ധന്നിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് നേരെ നമ്മളതിൽ പോകാൻ, ബാക്കിയുള്ള പിന്നെ പറയാം. ഓക്കെ, ഈ O = O = H എന്ന് അടിച്ചിട്ടുണ്ട്. O = ഹൈ എന്നാണ്. അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത പ്രൈസും മാർക്കറ്റിന്റെ ഹൈ പ്രൈസും ഈക്വൽ ആണ്, ഒരേപോലെയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതാണ് ആ സ്ട്രാറ്റജി. അതായത് ഓപ്പൺ ചെയ്ത് 100 രൂപയാണെങ്കിൽ മാർക്കറ്റിന്റെ ഹൈയും 100 രൂപ തന്നെയാണ്. ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് മാർക്കറ്റ് പോയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം, അല്ലേ. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടില്ല എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്കിത് 9:15 മാർക്കറ്റ് ഓപ്പൺ ആകും. 9:20 9:30 നമുക്ക് പോയിട്ട് ഇത് സ്കാൻ ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 9:20 പോയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് 9:20 ആകുമ്പം 5 മിനിറ്റ് കഴിയും, അല്ല 5 മിനിറ്റ് ആവും. ആ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പോയി ഒന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിട്ട് 9:30, അതായത് 15 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ള ആ സമയത്ത് പോയിട്ട് നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 15 മിനിറ്റ് ആകുമ്പോൾ ഒരു 15 ക്യാൻഡിലാണ് നമ്മുടെ മാർക്കറ്റിൻ്റെ ട്രെൻഡ് നിങ്ങൾക്ക് നേരത്തെ തന്നെ മനസ്സിലായി എങ്കിൽ 9:20 ആകുമ്പോൾ ഇത് പോയിട്ട് ക്ലിക്ക് ചെയ്താൽ മതി. മാർക്കറ്റിൻ്റെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തില്ല എങ്കിൽ നിങ്ങളിത് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് 9:30 ആകുമ്പോൾ പോയി ക്ലിക്ക് ചെയ്താൽ മതി. ഓക്കെ, ധന്നിൻ്റെ ഹോം പേജിൽ വന്നിട്ട് മാർക്കറ്റിൽ താഴെ സ്റ്റോക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് O = H, മനസ്സിലായോ? അതായത് മാർക്കറ്റ് ഹൈ കട്ട് ചെയ്ത് മുകളിലോട്ട് പോയി, ഇത് മുകളിലോട്ട് പോവാത്ത കമ്പനികളാണ് ഇവിടെ കാണിക്കുന്നത്. O = H. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ഓപ്പൺ = ലോ. അതായത് ഇതിന് ഓപ്പോസിറ്റ് വേണം കാണാൻ. O = ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ടില്ല, താഴോട്ട് പോകുന്ന മാർക്കറ്റിനെയാണ് O = ഹൈ എന്ന് പറയുന്നത്. O = ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലോട്ട് പോയ മാർക്കറ്റ്, അതായത് ഓപ്പണും ലോയും ഒരേ പ്രൈസ്. ഓക്കെ, അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, ഇത് രാവിലെ തന്നെ ചെക്ക് ചെയ്യണം. വൈകുന്നേരം കണ്ടിട്ട് ഒന്നും കാര്യമൊന്നുമില്ല, വെറുതെ മോഹിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അപ്പോൾ താഴോട്ട് പോയ 2 കമ്പനികളെ സ്റ്റോക്കുകളാണ് ഇതിനകത്ത് കാണിക്കുന്നത്. ജിൻഡ സ്റ്റീലും
JW Steel. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ചാർട്ട് ഒന്ന് അനലിസ്റ്റ് എടുത്ത് നോക്കാം. എങ്ങോട്ടാണ് പോയതെന്ന് അറിയാലോ അല്ലേ? ചാർട്ട് ഓപ്പൺ ആവാൻ ലേശം പല ബ്രോക്കറിലും കുറേ ബ്രോക്കറിലും ചാർട്ട് ഓപ്പൺ ആവാൻ ശകലം ഡിലേ ഉണ്ട്. കുറച്ച് ബ്രോക്കറിൽ മാത്രമാണ് ചാർട്ട് ഓപ്പൺ ആവാൻ വലിയ താമസം ഇല്ലാത്തത്. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ജിൻഡാൽ സ്റ്റീൽ വന്നിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത പ്രൈസിൽ നിന്നും അതിൻ്റെ ഹൈയും അത് തന്നെ എന്നാണ് അത് ആ സ്ട്രാറ്റജി പറഞ്ഞു തന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഒരു ഓപ്പൺ ചെയ്ത പ്രൈസും ഹൈയും അല്ലേ? അത് തീർച്ചയായിട്ടും അത് കട്ട് ചെയ്ത് മുകളിലോട്ട് പോയിട്ടില്ല ഇതുവരെ. മാർക്കറ്റ് താഴെ തന്നെ നിന്നു. ഒരു സൈഡ് വൈസ് മാർക്കറ്റാണ്. ബട്ട് അതിൻ്റെ സ്ട്രാറ്റജി അനുസരിച്ച് മാർക്കറ്റ് താഴെ തന്നെയാണ് നിന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ടൈം ഫ്രെയിം 15 മിനിറ്റ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു എൻട്രി എടുത്തു കഴിഞ്ഞാൽ, ഒരു ഷോർട്ട് പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് അത് തന്നെ നമുക്ക് ലോ നമ്മൾ SL വെച്ചിട്ട് ഇരിക്കാം. ഓക്കെ, നിങ്ങൾ 1:1 1:2 എന്താണോ ഇത് സ്ട്രാറ്റജി, നിങ്ങളുടെ കണ്ടീഷൻസ്, നിങ്ങളുടെ ക്യാഷ്, നിങ്ങളുടെ മൈൻഡ് കൺട്രോള്, നിങ്ങളുടെ സെറ്റപ്പ് എന്താണോ അതനുസരിച്ച് വേണം നിങ്ങളെ സ്ട്രാറ്റജി ഒക്കെ ചെയ്യാൻ. ഓക്കെ, 1:1 ഒന്നും മോശം കാര്യമൊന്നുമല്ല. കാരണം വെച്ചാൽ SL അടിച്ചില്ലെങ്കിൽ പിന്നെ 1:1 എന്ന് പറയുന്നത് ലാഭമാണ് അല്ലേ? ബട്ട് നമ്മൾ കണക്കൂട്ടുമ്പോൾ 1:2 എന്തെങ്കിലും വേണം എന്നുള്ളതാണ്. ബട്ട് ഇന്നത്തെ മാർക്കറ്റ് മൊത്തത്തിൽ അത്ര സുഖമല്ല. ഒരു മൊത്തത്തിൽ സൈഡ് വൈസ് ഒന്നാണെങ്കിൽ മൊത്തത്തിൽ പറയാം അല്ലെ? നിഫ്റ്റിയുടെ കാര്യത്തിലാണെങ്കിലും ചെറിയ അപ്സൈഡാണ് പോയത്. നമ്മൾ ഇന്നലെ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? നിഫ്റ്റിയുടെ ഇന്നലെ വന്ന് മാർക്കറ്റിന്റെ ഡയറക്ഷൻ തന്നെ നമ്മളൊരു സോണിലാണ് മാർക്കറ്റ് വന്ന് നിന്നിട്ടുള്ളത്. അവിടെ ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ മാർക്കറ്റ് സെന്റിമെന്റ്സ് ഡൗൺ ആണ്. പക്ഷേ ഇത്രയും താഴെ ഇറങ്ങിയവരുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കും അല്ലെ? അത് മാക്സിമം വന്നാൽ ഈ ബെയറിഷ് മോഡൽ ഒരു സെന്റിമെന്റ്സ്, യുദ്ധത്തിന്റെ ഭീതി, FIയുടെ മടങ്ങിപ്പോക്ക് എന്നിവയുടെയൊക്കെ കാരണം കൊണ്ട് താഴെ വന്നു. ഇനി അത് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ US മാർക്കറ്റ് ഡൗൺ ആയിരുന്നിട്ട് പോലും ഇന്ന് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലേക്കാണ് പോയത് അല്ലേ? US മാർക്കറ്റ് ഡൗൺ ആയിരുന്നു, പക്ഷേ ഇന്ത്യൻ മാർക്കറ്റ് മുകളിലോട്ടാണ്. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ മദർ മാർക്കറ്റുമായിട്ട് പലപ്പോഴും താരതമ്യം ചെയ്ത് ട്രേഡ് എടുക്കുന്നവരുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴ് അങ്ങനെയല്ല. അപ്പോൾ അഥവാ ഇത് ഒരു മൊമെന്റം കിട്ടി നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ 25,900 വരെ അല്ലേ? 25,900 വരെ പോകാനുള്ളൊരു സ്കോപ്പ് ഉണ്ട്. ഇതിനിടയ്ക്ക് ഈ രണ്ട് ബ്ലൂ ലൈൻ കാണുന്നത് മന്ത്ലി ഉള്ള 2 ട്രെൻഡ് ലൈനുകളാണ്. ഓക്കെ, അത് നല്ലതായിട്ട് ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്നലെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് കാണിച്ചു തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ജിൻഡാൽ സ്റ്റീൽ താഴെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് SL അടിച്ചിട്ടില്ല. ഓക്കെ, എവിടെ നിന്ന് എടുത്താലും അല്ലെ? നിങ്ങളിപ്പോൾ എടുത്ത ഒരു 15 മിനിറ്റ് ആണെങ്കിൽ ഇങ്ങനെ കിട്ടും. 5 മിനിറ്റ് ആണെങ്കിൽ എൻ്റെ വെറുതെ ഇങ്ങനെ ആയിരിക്കും അല്ലേ? ഒരു ഡൗൺ പോയി, പിന്നെ അപ്സൈഡ് വന്നു, പിന്നെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ അവിടെ നിന്നായിരിക്കും എൻട്രി എടുത്ത് നമ്മൾ SL അടിച്ചിട്ടില്ല, ടാർഗറ്റ് എത്തിയിട്ടില്ല അല്ലേ? എന്നാലും നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റ് തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നുണ്ട്. നമ്മൾ എൻട്രി എടുത്ത് അതിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് നഷ്ടവുമില്ല, ലാഭവുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. മാർക്കറ്റിൽ വരുന്നു സ്റ്റോക്ക് ഓപ്പൺ ഈക്വൽ ടു ഹൈ. അടുത്ത വന്നതാണ് JSW സ്റ്റീൽ. ഓക്കെ, അതിൽ നമുക്ക് ചാർട്ടിലേക്ക് പോകാം. ചാർട്ട് ഡണ്ണിൻ്റെ ചാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ട്രേഡിംഗ് വ്യൂ ഡയറക്റ്റ് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ബ്രോക്കറാണ്. നമുക്ക് അവിടെ പോയിട്ട് ട്രേഡിംഗ് വ്യൂ തന്നെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ. ഓക്കെ, ഡണ്ണിൻ്റെ അക്കൗണ്ട് ഉണ്ടെങ്കിൽ. നമ്മുടെ ഡണ്ണിൻ്റെ അക്കൗണ്ട് ലിങ്ക് നമ്മുടെ ചാനൽ ലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിച്ച് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ബെനിഫിറ്റ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട്, താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് ഇത് ഉപയോഗിക്കുക. ഞാൻ ഇതിൻ്റെ ബാക്കിയുള്ള കുറേ സ്പെഷ്യലായിട്ടുള്ള ബാക്കിയുള്ള ബ്രോക്കറിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കുറേ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് JSW സ്റ്റീലിൽ. ഓക്കെ, ഇതും ഓപ്പൺ ഈക്വൽ ടു ഹൈ
അല്ലേ? ഇതാണ് ഓപ്പൺ പ്രൈസ് 1014 രൂപ 35 പൈസ. മാർക്കറ്റ് അതിൻ്റെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മൾ എൻട്രി എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? ഇന്നത്തെ മാർക്കറ്റ് പൊതുവെ മോശമായതുകൊണ്ടാണ്. ഞാൻ നല്ല മാർക്കറ്റിലുള്ള സമയത്ത് വേണമെങ്കിൽ ചെയ്യാമായിരുന്നു ഞാൻ, പക്ഷേ ഇത് ഇന്നാണ് നമുക്ക് തോന്നിയത്. ഓക്കെ, നമ്മൾ ഇവിടെ നിന്നായിരിക്കും എൻട്രി എടുക്കുക. ബട്ട് നമ്മൾ ഓപ്പൺ ചെയ്ത സ്ഥലത്ത് തന്നെ ഇത് വെച്ചു. ടാർഗറ്റ് 1:1 1:2 എന്ത് വേണം വയ്ക്കാം. ഓക്കെ, ഇത് മാർക്കറ്റ് അതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇന്ന് 2 സ്റ്റോക്കാണ് ഇപ്പോൾ ഇങ്ങനെ കാണിച്ചത്. നമുക്കതൊരു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്പൺ ഈക്വൽ ടു ലോ എന്ന സ്റ്റോക്കുകളിലേക്ക് നോക്കാം. അതായത് മാർക്കറ്റ് ലോയെ കട്ട് ചെയ്ത് പിന്നെ താഴെ പോയില്ല, അതിൻ്റെ മുകളിൽ തന്നെയാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നമുക്ക് ശ്രീറാം ഫിനാൻസ് ആണ് ഫസ്റ്റ് വന്നത്. അതിൻ്റെ ചാർട്ടിലേക്ക് പോയി നോക്കാം. കുറച്ച് ഡിലേ ഉണ്ട്. നമ്മൾ ട്രേഡിംഗ് വ്യൂ ആണെങ്കിൽ കുറച്ചുകൂടെ സ്പീഡ് കിട്ടും അല്ല. അപ്പം നമ്മളിവിടെ ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ 8-ാം തീയതി ഓപ്പൺ ഈസ് ഈക്വൽ ടു ലോ എന്നത് ഈ ഒരു ഏരിയയാണ് അല്ലേ, 3277.35. ഓക്കെ, നമ്മൾ എൻട്രി പൊസിഷൻ ചെയ്യുകയാണെങ്കിൽ ഇത് 15 മിനിറ്റ് ടൈം ഫ്രെയിമാണ്. അപ്പോൾ 5 മിനിറ്റ് ഇടുമ്പോൾ ഇതൊരു ലോ, ഇതാണ് അടുത്ത് വന്ന സിങ്. ഓക്കെ, നമ്മളത് ഓപ്പൺ ചെയ്ത ഏരിയയിൽ നമ്മൾ സിങ് അല്ലെ ലോ SL വയ്ക്കുന്നത് നമ്മൾ ഒന്നി അവിടെ വയ്ക്കുക, അവിടെ തന്നെ വയ്ക്കുന്നതാണ് സ്ട്രാറ്റജി പ്രകാരം നല്ലത്. അല്ലെങ്കിൽ നേരത്തെ ഉള്ള സിങ് ലോയിൽ വയ്ക്കാം. ഓക്കെ, നോ പ്രോബ്ലം. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 1:2 ടാർഗറ്റ് വയ്ക്കുക. 1:2 ടാർഗറ്റ് വെച്ചിട്ട് യെസ്, അതിൻ്റെ ടാർഗറ്റ് ആയിട്ടുണ്ട്. 2.5 വരെ പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. ഇതൊരു പെട്ടെന്ന് കിട്ടുന്ന നമ്മളെ ബ്രോക്കറിൽ നിന്ന് തന്നെ കിട്ടുന്നതും ഇതിൽ നിന്ന് തന്നെ ട്രേഡ് എടുക്കാൻ പറ്റുന്നതുമായിട്ടുള്ള സ്ട്രാറ്റജി ഉള്ളതും നേരത്തെ തന്നെ ഒരു ഇൻട്രാഡേ സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്. അപ്പോൾ നമ്മളത് ഈ ചാർട്ടിലെ ഒരു ക്രിയാണ്. അപ്പം നമ്മൾ മുകളിലോട്ട് പോയ മാർക്കറ്റിൻ്റെയും താഴോട്ട് പോയ മാർക്കറ്റിൻ്റെയും ഇവർ ഇവിടെ കാണിച്ചിരിക്കുന്ന സ്ട്രാറ്റജി വർക്കൗട്ടാണോ എന്നാണ് ഇപ്പോൾ നമ്മൾ നോക്കിയത്. ഓക്കെ, അപ്പോൾ ഇത്രയും സ്റ്റോക്കുകൾ രാവിലെ തന്നെ നമുക്ക് കിട്ടും, കുറേ സ്റ്റോക്കുകൾ. അതായത് നോക്കേണ്ടത് 9:20 അല്ലെങ്കിൽ 9:30 നോക്കുക. മാർക്കറ്റ് സൈഡ് വൈസ് ആണെങ്കിൽ, അതായത് മാർക്കറ്റ് എന്ന് പറയുന്നത് നിഫ്റ്റിയോ സെൻസസ് ഒക്കെ ബാങ്ക് നിഫ്റ്റിയൊക്കെ സൈഡ് വൈസ് ആണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു മാർക്കറ്റ് ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നിങ്ങളൊരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് 9:30 ആകുമ്പോൾ മാത്രം എടുത്താൽ മതി. ഇല്ലെങ്കിൽ 9:20 ആകുമ്പോൾ തന്നെ എടുക്കാം, ട്രെൻഡ് മനസ്സിലായി കഴിഞ്ഞാൽ. പിന്നെ ഉള്ളത് നമ്മളെ നിഫ്റ്റിയുടെയൊക്കെ ഒന്ന് നോക്കണം മൊത്തത്തിലുള്ള പോക്ക് എങ്ങോട്ടാണെന്ന്. ഓക്കെ, എന്നിട്ട് വേണം എടുക്കാൻ. ഓക്കെ, എന്നാലും നിങ്ങൾ SL കീപ്പ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇതൊരു നല്ലൊരു സ്ട്രാറ്റജിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ടിങ്ങിൽ പോയിട്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സ്ട്രാറ്റജി എടുക്കാവുന്നതാണ്. ഈ അക്കൗണ്ട് ഇല്ല എന്നുള്ളവർക്ക് ചാർട്ടിങ്ങിൽ പോയിട്ട് എടുക്കാം. ഇതേപോലെ തന്നെ അടിച്ചു കൊടുത്താൽ ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ എന്ന് അവിടെ കൊടുത്താൽ മതി. ഓക്കെ, സ്ക്രീനറിൽ പോവുക, ചാർട്ടിങ് ഓപ്പൺ ചെയ്യുക, സ്ക്രീനറിൽ പോവുക. അതായത് നമ്മളിവിടെ പ്ലസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ക്യാഷ് മാർക്കറ്റ് എന്നായിരിക്കും കിടക്കുക. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ക്യാഷ് മാർക്കറ്റ് എന്നായിരിക്കും കിടക്കുക. നമ്മളിവിടെ നിഫ്റ്റി 50 സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് മാർക്കറ്റിൻ്റെ ഒരു ലിക്വിഡിറ്റി ഉള്ള സ്റ്റോക്കുകളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് നിഫ്റ്റി 50 സ്റ്റോക്ക് ഇവിടെ സെലക്ട് ചെയ്യുന്നത്. ക്യാഷ് മാർക്കറ്റ് മാറ്റി നിഫ്റ്റി 50 എന്നാക്കി കൊടുക്കുക. ഓക്കെ, സ്റ്റോക്ക് പ്ലേസ് ആൾ ഓഫ് ദി ബിലോ ഫിൽറ്റേഴ്സ് ഇൻ നിഫ്റ്റി 50 സെഗ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പ്ലസ് ബട്ടൺ ആയിരിക്കും കാണുക.
ഇവിടെ നിങ്ങൾ ഓപ്പൺ എന്ന് കൊടുക്കുക. ഓക്കെ, ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എന്നാലും കൊടുക്കുകയാണ്. അടുത്ത് ഇവിടെ ഈക്വൽ ടു ഈക്വൽസ് എന്ന് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഓപ്പൺ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഡെയിലി ഓപ്പൺ ഈക്വൽസ് ഡെയിലി ഹൈ. ഇവിടെ ഹൈ അല്ല, ഹൈ ആണ് കൊടുക്കേണ്ടത്, ഹൈ. ഓക്കെ, ഡെയിലി ഓപ്പൺ ഈക്വൽ ഡെയിലി ഹൈ. അടുത്തത് ഡെയിലി ഓപ്പൺ ഈക്വൽ ഡെയിലി ലോ. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ടത് ഈക്വലും ലോയും ഹൈയും ആണ് കൊടുക്കുന്നത്. നമ്മൾ മാർക്കറ്റ് എങ്ങോട്ട് പോകുന്നു? ഹൈ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴേക്ക് പോകുന്നതാണ്, ലോ കൊടുത്തു കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് പോകുന്ന മാർക്കറ്റ് സ്റ്റോക്കുകളായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് കൊടുത്തിട്ട് സ്കാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെയും അത് കിട്ടും. ഓക്കെ, അപ്പോൾ ഇവിടെ ചാർട്ടിങ് നിങ്ങൾക്ക് ധൻ അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നില്ല, അല്ലെ എടുക്കുന്നില്ല, അല്ലെ വേണമെന്നുള്ളവർക്ക് അത് തന്നെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ചാർട്ടിങ് വന്നിട്ട് യൂസ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ധന്നിൻ്റെ ഇൻട്രാഡേ സ്ക്രീനർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് പെട്ടെന്ന് തന്നെ നമുക്ക് പെട്ടെന്ന് ഫിൽട്ടർ ചെയ്ത് കിട്ടും. ഓരോ നമ്മൾ സെർച്ച് ചെയ്ത് നമ്മൾ കുറേ വാച്ച് ലിസ്റ്റ് ഒക്കെ ഉണ്ടാവും അല്ലേ, അതിൽ കുത്തിയിരുന്ന് ഫിൽട്ടർ ചെയ്യുന്നതിനെക്കാട്ടിയും നമ്മൾ പെട്ടെന്ന് കാര്യം നടക്കും. ഓക്കെ, സിമ്പിളായിട്ടുള്ളൊരു സ്ട്രാറ്റജിയാണ്, എന്നാൽ പലപ്പോഴും നല്ല വർക്കിംഗ് നടക്കുന്ന, വർക്കൗട്ട് ആവുന്ന ഒരു ടൈപ്പ് സ്ട്രാറ്റജിയാണ്. ഓക്കെ, ഇനി നമുക്ക് ധന്നിനെ കുറിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ധന്നിൻ്റെ ഹോമിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ആൾ ടൈപ്പ് ഇവിടെ വരുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റും ഇക്വിറ്റിയും ഫീച്ചറും കമ്മോഡിറ്റീസും ETF-ലേക്കും പെട്ടെന്ന് ഓപ്ഷനിലേക്ക് പെട്ടെന്ന് പോകാനുള്ള ഓപ്ഷൻസ് വരുന്നുണ്ട്. പിന്നെ പാർട്ട്നേഴ്സ് ഓപ്ഷൻ ട്രേഡറിന് പ്രത്യേകമുണ്ട്, സ്മാൾ കേസസ് ഉണ്ട്. അങ്ങനെ പല പ്ലാറ്റ്ഫോമുകൾ, പ്രൈവറ്റ് പ്ലാറ്റ്ഫോമുകൾ ഇതിൽ അവൈലബിൾ ആണ്. അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അവർ. മാർക്കറ്റിൻ്റെ ഇപ്പോഴുള്ള നിലവാരം ഇവിടെ നമുക്ക് മൊത്തത്തിൽ അറിയാൻ പറ്റും. NSEയും BSEയും മാറി അറിയാൻ പറ്റും. അതുപോലെ സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ്, മ്യൂച്വൽ ഫണ്ട്, ഓക്കെ, ETF എല്ലാം തന്നെ ഇവിടെ അറിയാൻ പറ്റും. പിന്നെ മാർക്കറ്റിലാണ് നമുക്ക് ലൈവ് വാച്ചിങ് എന്നവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ അതിൽ തന്നെ നമുക്ക് LTP, അതിൻ്റെ ചേഞ്ച് ഇൻ പെർസെൻറ്റേജ്, അതിൻ്റെ വോളിയം എല്ലാം തന്നെ ഇവിടെ ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഇത് പലയിടത്തിലും പല ബ്രോക്കറിലും ഇല്ലാത്ത കുറേ ഫീച്ചറുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എക്സ്ട്രാ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഓപ്ഷൻ ചെയ്യുന്നവർക്കായാലും അല്ലാത്തവർക്കൊക്കെ ആയാലും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഇവിടെ നമുക്ക് കണ്ട ഓപ്ഷൻ്റെ എടുക്കുമ്പോൾ ഹയസ്റ്റ് OE ഉള്ള, ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള സ്ട്രൈക്ക് പ്രൈസുകളും സ്റ്റോക്കുകളൊക്കെ ഇവിടെ വരും. ഇത് ഓപ്ഷൻ ആയിട്ടാണ് ഉള്ളതാണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസുകൾ, നിഫ്റ്റിയുടെ സ്ട്രൈക്ക് പ്രൈസുകളോടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയുടെ ഒക്കെ. അതിന് OE ഗെയിനേഴ്സിൻ്റെ പ്രത്യേക ഫിൽറ്റർ വെച്ചിട്ടുണ്ട്. OE ഗെയിനേഴ്സിൻ്റെ ഫിൽട്ടർ നമ്മൾ ഇതിൻ്റെ പേഴ്സൻറ്റേജ് ചേഞ്ച്, ഇതിൻ്റെ ചേഞ്ച് അനുസരിച്ചിട്ട് നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. അതായത് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൽ നിന്ന് എത്ര ശതമാനം മാർക്കറ്റ് ഇപ്പോൾ ഒരു 9:30 ആകുമ്പോൾ, 9:15 ഓപ്പൺ ചെയ്തു, 9:30 ആകുമ്പോൾ ഈ സ്റ്റോക്കോ ഈ ഓപ്ഷനോ എത്ര ശതമാനം മൂവ് ചെയ്തു അല്ലേ, നമ്മൾ അല്ലെങ്കിൽ എത്ര പ്രൈസിൽ എത്ര വ്യത്യാസം വന്നു, അതനുസരിച്ചിട്ട് നമുക്കൊരു ട്രേഡ് എടുക്കാം. അത് അപ്പ് സൈഡ് ആണോ ഡൗൺ സൈഡ് ആണോ തീരുമാനിക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ അല്ലേ, ഒരു 15 മിനിറ്റ് കൊണ്ട് എത്രമാത്രം മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നടന്നിട്ടുണ്ടെന്ന് നമുക്ക് എത്ര പെർസെൻറ്റേജ് അപ്പാണെങ്കിലും ഡൗൺ ആണെങ്കിലും മാറ്റം വന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനും പെട്ടെന്ന് ജസ്റ്റ് ഒരു നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് ട്രെൻഡ് നോക്കിയിട്ട് നമുക്ക് അടുത്തൊരു ട്രേഡ് എടുക്കാനും പറ്റും. ഓക്കെ, അതുപോലെ ഓയിൽ ലോസേഴ്സ്, ഓക്കെ, ടോപ്പ് വോളിയം കൂടുതലുള്ളവർ ഉള്ള സ്റ്റോക്കുകൾ, ടോപ്പ് വാല്യൂ സ്റ്റോക്കുകൾ, പിന്നെ പ്രൈസ് ഗെയിനേഴ്സ്, പ്രൈസ് ലോസേഴ്സ്, അങ്ങനെയുണ്ട്. അതുപോലെ കോർപ്പറേറ്റ് ആക്ഷൻ, ഇവിടെ കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് വല സൈഡ് മുകളിൽ. ഇതിനകത്ത്
ഓരോ ഡേറ്റിലും ഓരോ സ്റ്റോക്കുകളുടെ എന്തൊക്കെ ഇവിടെയാണ് ഡീറ്റെയിൽസ്, കോർപ്പറേറ്റിന്റെ ആക്ഷൻ എന്താണെന്നുള്ളത് ഇവിടെ അറിയാൻ പറ്റും. അവിടെ ജനറൽ ബോഡി മീറ്റിംഗ്, ഓക്കെ, എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, അവരുടെ കോർപ്പറേറ്റ് കമ്പനികളുടെ മീറ്റിംഗ്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ നമുക്ക് അറിയാൻ പറ്റും. അതുപോലെ ന്യൂസ് അറിയാൻ പറ്റും, ന്യൂസുകൾ ഇവിടെ അറിയാൻ പറ്റും. ഓരോ സ്റ്റോക്കുകളുടെയും അവിടെ എന്തൊക്കെ വാങ്ങലോ വിൽക്കലോ എന്തെങ്കിലും നടന്നിട്ടുണ്ട് എങ്കിൽ, അല്ലെ, ഡെവലപ്മെന്റ് നടന്നിട്ടുണ്ടെങ്കിൽ ആ കമ്പനി സ്റ്റോക്ക് നല്ല മൂവ്മെന്റ് ചെയ്യും, അല്ലേ? അപ്പൊ അത് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും, പലയിടത്തും പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ സ്റ്റോക്ക് നേരത്തെ നോക്കിയിട്ട് പിക്ക് ചെയ്ത് വയ്ക്കാൻ പറ്റും, അല്ലെ? സിംഗിൾ ട്രേഡിലേക്കോ ഇൻട്രാഡേക്കോ ഒന്ന് പിക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഇവിടെ കിട്ടും. അതുപോലെ തന്നെ IPOയും ഇവിടെ കിട്ടും. ഓക്കെ, IPO ഓപ്പണായി കിടക്കുന്നതും 2 ഉണ്ട്, അപ്കമിങ് വരാനുള്ളത് 11 ഉണ്ട്. ഓക്കെ, ലിസ്റ്റഡ് IPOs, അങ്ങനെ IPOയും ഇതിനകത്ത് ഉണ്ടാവും. കോർപ്പറേറ്റ് ആക്ഷൻ എന്നുള്ളത് നമുക്ക് വേണ്ടുന്ന ഒരു നല്ലൊരു ഫീച്ചറാണ്. ന്യൂസ് ഉണ്ട്, അല്ലെ? ന്യൂസ് ചില ബ്രോക്കർ തരുന്നുണ്ട്, ഇതിൽ ന്യൂസ് ഉണ്ട്, പക്ഷെ കോർപ്പറേറ്റ് ആക്ഷൻ നല്ലതാണ്. ഓക്കെ, അടുത്ത് സ്റ്റോക്കിൽ നമ്മൾ കാണിച്ചു, ഇൻഡിസസ് ഉണ്ട്, ഔട്ട് പെർഫോമൻസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. ഓക്കെ, ഔട്ട് പെർഫോമൻസ് ചെയ്യുന്ന കമ്പനികളെ കാണിക്കും. പിന്നെ നിങ്ങൾക്ക് ഗെയിനേഴ്സും ലോസേഴ്സും കൂടെ കാണിക്കും. രാവിലെ ഉണ്ടാവുന്ന ഗെയിനേഴ്സ് ഏതൊക്കെ കമ്പനികളാണെന്ന് ഇവിടെ കാണിക്കും. പെട്ടെന്ന് ചൂസ് ചെയ്യാം, എത്ര ശതമാനം ചേഞ്ച് നോക്കിയിട്ട് നമുക്ക് രാവിലെ തന്നെ ട്രേഡ് എടുക്കാൻ പറ്റും. പിന്നെ വേറെ ഒന്നുള്ളത്, സ്വിംഗ് ട്രേഡൊക്കെ എടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നമുക്ക് 50V ഹൈ, അല്ലേ? അതായത് മാർക്കറ്റ് ട്രെൻഡ് എന്ന കമ്പനി 52 വീക്ക് 52 ആഴ്ചയിൽ ഉയർച്ചയിൽ നിൽക്കുന്ന കമ്പനികൾ, അതിൻ്റെ അടുത്ത് പോയി നിൽക്കുന്ന കമ്പനിയെയാണ് ട്രെൻഡ് എന്ന് പറയാം. അപ്പൊ നമുക്കൊരു ഈ ഓഹരി ഇപ്പം കയ്യിലുണ്ടെങ്കിൽ നേരത്തെ പോയ ഹൈയിൽ എത്തിയിട്ടുണ്ട്, 52 വീക്ക് ഹൈയിലുണ്ട്, നമുക്കത് ബുക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു ഐഡിയയിൽ വേണമെങ്കിലും കാണാം. അപ്പോൾ നിങ്ങളുടെ യുക്തി അനുസരിച്ച്, ബുദ്ധി അനുസരിച്ച് വലിയ രീതിയിൽ വേണമെങ്കിലും എടുക്കാം. അതുപോലെ നമുക്ക് ഒരു സ്വിംഗ് ട്രേഡ് ചെയ്യണം എന്നുള്ളവർക്ക് 52 വീക്ക് ലോ, അതായത് നമ്മൾ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോഴാണ് ബൈ ചെയ്യേണ്ടത്, മുകളിലേക്ക് പോകുമ്പോഴല്ല. മുകളിലേക്ക് പോകുന്ന കമ്പനികളെ ബൈ ചെയ്യുന്നത് വേറെ ഒരു ആംഗിളിലാണ്. സ്ട്രോങ് കമ്പനി, ഡെവലപ്മെന്റ് കമ്പനി, ലിക്വിഡിറ്റി ഉള്ള കമ്പനി, ചില പ്രത്യേക സെക്ടറുള്ള കമ്പനി, മാർക്കറ്റ് വീണാലും കയറി പോകുന്ന കമ്പനികൾ, അങ്ങനെയുള്ളവയിലാണ് നമ്മൾ 52 വീക്ക് ഹൈയിൽ നിൽക്കുന്ന കമ്പനിയാണെങ്കിലും നമ്മൾ മേടിക്കുന്നത്. അല്ലാത്തതെല്ലാം നമുക്ക് ഡിസ്കൗണ്ടിൽ പ്രൈസിൽ താഴെ വരുമ്പം വേണം നമ്മൾ മേടിക്കാൻ. അപ്പോൾ എന്താണ്, 52 വീക്ക് ലോ വേണമെങ്കിലും ട്രൈ ചെയ്യാം. പല സ്ട്രാറ്റജികളുണ്ട്. ഓക്കെ, മന്ത്ലി വേണമെങ്കിൽ ലോ എടുക്കാം, അല്ലെങ്കിൽ മന്ത്ലി ചാർട്ടാക്കാം. എന്നിട്ട് നമുക്ക് നേരത്തെ ഉള്ള ലോ അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ അങ്ങനെയൊക്കെ വന്നിട്ട് വേണമെങ്കിൽ നമുക്ക് സ്വിംഗ് ട്രേഡ് എടുക്കാം. അപ്പം നമ്മൾ സ്വിംഗ് ട്രേഡിനെ കുറിച്ച് പറയുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ പറയാം. ഇപ്പോൾ 52 വീക്ക് ലോയ്ക്ക് അടുത്തായിട്ട് കമ്പനിയൊന്നും ഇവിടെ കാണുന്നില്ല. ഞാനിത് എക്സലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഇവിടെ ഉണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് നമുക്കുള്ളത് അപ്പർ സർക്യൂട്ട് എന്നുള്ള ഇവിടെ ഉണ്ട്. നമ്മൾ അപ്പർ സർക്യൂട്ട് അടിക്കാൻ എടുത്തിട്ടുള്ള സ്റ്റോക്കുകളും ലോവർ സർക്യൂട്ട്, അതായത് ഓരോ സ്റ്റോക്കിനും മാക്സിമം ഒരു ദിവസം എത്ര ഏരിയ പോകാം എന്നുള്ളതിന് ലിമിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിന് അപ്പർ സർക്യൂട്ടും ഏറ്റവും താഴെ വരെ മാക്സിമം എത്ര താഴെ വരെ ഒരു കമ്പനിയെ ദിവസം പോകാം എന്നുള്ളതിന് ലോവർ സർക്യൂട്ട് ലിമിറ്റും വെച്ചിട്ടുണ്ട്. അതുപോലുള്ള കമ്പനി ഇപ്പം രണ്ടും ഇന്നത്തെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ ഞാൻ വേറൊരു വീഡിയോ പറയാം. NSEയും BSEയും തമ്മിലുള്ള NSEയും BSEയും രണ്ട് എക്സ്ചേഞ്ചുകൾ തമ്മിൽ നമുക്ക് ട്രേഡ് ചെയ്താൽ എന്ത് ഗുണം ഉണ്ട് എന്ന് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞുതരാം. അതൊരു വേറൊരു സ്ട്രാറ്റജിയാണ്. അത് ആരും അങ്ങനെ പറഞ്ഞൊന്നും കേട്ടിട്ടില്ല. അത് സിമ്പിളായിട്ട് ചെറിയ ട്രിക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ട്രിക്കല്ല, അതിൽ ഉള്ളത് തന്നെയാണ്. അതാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നല്ലൊരു പൈസ ഉണ്ടാക്കാം സിമ്പിളായിട്ട്. മാർക്കറ്റ് മൂവ്മെന്റ് നടന്നില്ല എങ്കിലും വാങ്ങുന്ന പ്രൈസിൽ തന്നെ നിൽക്കുന്നുണ്ട് എങ്കിൽ പോലും നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജിയാണത്. ഓക്കെ,
അതുപോലെ ഇവിടെ തന്നെ റൈറ്റ് സൈഡ് കൊടുത്തിട്ടുണ്ട്. എഫിൻ്റെ സ്റ്റോക്കുകളുണ്ട്, നിഫ്റ്റി 50, ബാങ്ക് നിഫ്റ്റി, ഇന്ത്യ വിക്സ്, നിഫ്റ്റി മിഡ് ക്യാപ്, അങ്ങനെയുള്ള സെക്ടറുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിനകത്തുള്ള സ്റ്റോക്കുകളെ പ്രത്യേകം ഫിൽട്ടർ ചെയ്യാനുള്ള സംവിധാനം അവരിവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, കമ്മോഡിറ്റി കൊടുത്തിട്ടുണ്ട്, ETF കൊടുത്തിട്ടുണ്ട്, ബോണ്ടുകളും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെയുള്ളത് പോർട്ട്ഫോളിയോ, പൊസിഷൻ, ഓർഡർ, മണി എന്നുള്ളവയാണ്. അതുപോലെ തന്നെ വാച്ച് ലിസ്റ്റിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ഫസ്റ്റ് വാച്ച് ലിസ്റ്റിൽ ഓട്ടോമാറ്റിക് അവർ കൊടുത്തിട്ടുണ്ട്. അതുതന്നെ ഡന്നിൻ്റെ F&O വാച്ച് ലിസ്റ്റ് അവർ ഓട്ടോമാറ്റിക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളത് നമുക്ക് ഇഷ്ടമുള്ളത് വാച്ച് ലിസ്റ്റ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ഇതാണ് ഇത്രയും കുറച്ച് പ്രത്യേകത ഉള്ളത് ഞാൻ ആദ്യം പറഞ്ഞ സ്റ്റോക്കിൽ നമുക്ക് എടുക്കുന്നതും. ഓക്കെ, മൊത്തത്തിലുള്ള മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്നുള്ള ലൈവ് വ്യൂ, US മാർക്കറ്റിനെ കുറിച്ചും അല്ലെ പൊതുവെയുള്ള ഇന്ത്യക്ക് പുറത്തുള്ള മാർക്കറ്റിനെ കുറിച്ചൊരു സ്റ്റഡി നടത്താനും കൊള്ളാം. പിന്നെ കോർപ്പറേഷൻ ആക്ഷനും നമുക്ക് കൊള്ളാം. ഓക്കെ, അപ്പം അങ്ങനെ 52 ലോക്ക് സിംഗ് ട്രേഡ് ചെയ്യാനും എടുക്കാം, നോക്കാം ഇതിനകത്ത്. അതുപോലെ രാവിലെയുള്ള ഇൻട്രാഡേ ട്രേഡുകൾക്ക്, സ്റ്റോക്ക് ട്രേഡുകൾക്ക് കൊള്ളാം. അതുപോലെ F&A സ്റ്റോക്കുകളായാലും നമുക്ക് ഫീച്ചർ ആൻഡ് ഓപ്ഷൻ, അതായത് ഫീച്ചർ ആൻഡ് ഓപ്ഷൻ ഉള്ള സ്റ്റോക്കുകളിൽ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ട്രേഡ് നടത്താൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി നമുക്ക് ഇതിനകത്ത് തന്നെ ഓപ്പൺ ഹൈ ഓപ്പൺ അല്ലേ, ഓപ്പൺ ഈക്വൽ ടു ഹൈ, ഓപ്പൺ ഈക്വൽ ടു ലോ എന്നുള്ളൊരു സ്ട്രാറ്റജി ഉപയോഗിച്ചും നമുക്കതൊരു സ്റ്റോക്ക് ഓപ്ഷൻ നടത്താൻ പറ്റും. ഇൻട്രാഡേ സ്റ്റോക്ക് മാത്രമല്ല. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. റൈറ്റ് സൈഡിൽ അല്ലേ ഷോയിങ് ഫോർ എന്നുള്ള ഓപ്ഷൻ അവിടെ കോളത്തിൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ അണ്ടർലൈൻ F&O സ്റ്റോക്ക് ഒന്ന് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നമുക്ക് പ്രധാനപ്പെട്ടത് കോർപ്പറേഷൻ ആക്ഷൻ ആണ്. അങ്ങനെ ഇത്രയാണ് നമ്മളെ ധന്നിലുള്ളത്. പിന്നെ ഉള്ളത് ഇത് നേരെ നമുക്ക് ട്രേഡിംഗ് വ്യൂയിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് ഇവർ തമ്മിൽ ലിങ്ക് ആണ്. അപ്പം ട്രേഡിംഗ് വ്യൂ ഇരുന്നു കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ വരാതെ ട്രേഡിംഗ് വ്യൂ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റും. ഓക്കെ, അവരെ ഇതിനകത്ത് പോകണമെന്നില്ല, ഇതിനകത്ത് തന്നെ ബൈ സെല്ലും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയാണ് ധന്നിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ളത് ഓരോരോ പ്രത്യേകത ഉള്ള, ഓക്കെ, ഇങ്ങനെ പ്രത്യേകത എന്തെങ്കിലും ഉള്ള ബ്രോക്കറെ ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഓപ്ഷനിൽ ഇതിൽ മാർക്കറ്റിൽ ഓപ്ഷൻ എന്നുള്ള ഇതിന് വരുമ്പോൾ ഇതിന് താഴെ ഏറ്റവും താഴെ ഓപ്ഷൻ ചെയിൻ എന്നുണ്ട്, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് താഴെ. അത് നമുക്ക് ഏതിൻ്റെ ഓപ്ഷൻ ചെയിനാണ് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ ചെയിൻ വരും. അതുപോലെ സ്നാപ്ഷോട്ട്, ചാർട്ട് എന്നുള്ളതുണ്ട്. ചാർട്ട് നമുക്ക് ട്രേഡിംഗ് വ്യൂയുടെ ചാർട്ടിൽ പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ചാർട്ട് IQൻ്റെ ചാർട്ടും നമുക്ക് വേണമെങ്കിൽ കാണാം. പിന്നെ അതുപോലെ തന്നെ എവിടെ നമുക്ക് സ്റ്റോക്ക് ആയാലും ഏതായാലും ശരി തന്നെ ഇപ്പോൾ നമ്മളിവിടെ കാണുന്നുണ്ട്, ഉടനെ തന്നെ നമുക്ക് അവിടെ നിന്ന് തന്നെ ബൈയും സെല്ലും ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, നമുക്ക് അവിടെ നിന്ന് തന്നെ ഫുൾ സ്ക്രീൻ ചാർട്ട് എടുക്കാം. വാച്ച് ലിസ്റ്റ് വേണമെങ്കിൽ അതിലേക്ക് വാച്ച് ലിസ്റ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെയുള്ള പ്രൈസ് നമ്മൾ ഏത് പ്രൈസിൽ എത്തുമ്പോൾ അലർട്ട് വേണം എന്നുള്ളിടത്ത് ഇവിടെ അലാറം അടിക്കും. പിന്നെ എല്ലാ ബ്രോക്കർ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് എടുത്ത് ഇതിൻ്റെ ഒരു ലിങ്ക് എടുത്തിട്ട് നമുക്ക് ട്രേഡിംഗ് പോയിട്ട് അവിടെ അലാറം വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാ തരത്തിലുള്ള അത്യാവശ്യം വേണ്ടുന്ന ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ധൻ അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്. മാത്രവുമല്ല ബ്രോക്കർ ചാർജ് 20 രൂപയാണ്. എന്നാൽ സ്ത്രീകളുടെ പേരിലാണ് എടുക്കുന്നതെങ്കിൽ, വനിതകളുടെ പേരിലാണ് അക്കൗണ്ടെങ്കിൽ അതിൻ്റെ പകുതി 10 രൂപ മതിയാവും ബ്രോക്കർ ചാർജ്. അത് നമ്മുടെ നോമിനി ആയിട്ടുണ്ട് ലേഡീസ് ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നമുക്ക് ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ധന്നിൻ്റെ ഓപ്ഷൻ ചെയിൻ. ഇതിൽ നമുക്ക് കൂടുതലുള്ള ഗ്രാഫിക്കലായിട്ടുള്ള ലൈൻ വരച്ച് കാണിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബൈ എടുക്കാം, ചാർട്ടും മറ്റു കാര്യങ്ങൾ എടുക്കാം. എല്ലാം ഇവിടെ തീറ്റയും ഡെൽറ്റയും എല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് വേണമെങ്കിൽ ഫിൽട്ടർ ചെയ്യാം.
അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം തന്നെ ഇവിടെ ഉണ്ട്. ഒറ്റ ക്ലിക്കിൽ തന്നെ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും തന്നെ ഇവിടെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം കുറച്ച് ഉപകാരമുള്ള ഒരു അക്കൗണ്ട് ആണ്, ബ്രോക്കർ ആണ് ധൻ അക്കൗണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് രാവിലെയുള്ള ഇൻട്രാഡേ സ്റ്റോക്കുകൾ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോയത്, ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ എടുത്ത് പറയുന്നില്ല. ഓക്കെ, നിങ്ങൾക്ക് ഇതൊക്കെ കുറേ യൂസ് ചെയ്യുന്നവരുണ്ടാകും. നമ്മൾ ഇതിൽ ഒരു സ്പെഷ്യൽ കാര്യം, കുറച്ച് എക്സ്ട്രാ ഫീച്ചർ ഉള്ളത് മാത്രമാണ് കൂടുതൽ പറയുന്നത്, അല്ലാതെ ബൈയും സെല്ലും ഒന്നും അല്ല ഇതിൽ പറയുന്നത്. നമുക്കിപ്പോൾ അതിൽ ബൈയും സെല്ലും എടുത്താലും നമുക്കിതിൽ ഇതുണ്ടോ, ലിവറേജ് ഉണ്ട്. പല സ്റ്റോക്കുകളും പല ടൈപ്പാണ്. 2x 4 മടങ്ങ് ലിവറേജ് ഉള്ളതുണ്ട്, 2 മടങ്ങുള്ളതുണ്ട്. പല പല സ്റ്റോക്കിൻ്റെയും അതിൻ്റെ വാല്യൂ അനുസരിച്ചുള്ള ലിവറേജ് നമുക്ക് ഇവർ തരുന്നുണ്ട്. ലിവറേജ് എടുത്ത് നമുക്ക് സ്റ്റോക്ക് ചെയ്യാം, ഇൻട്രാഡേ ചെയ്യാം. ഓക്കെ, അത് നോർമലായിട്ടുള്ള കാര്യമാണ്. ബാക്കിയുള്ളത് എക്സ്ട്രാ ലിവറേജ് കിട്ടുന്ന, എക്സ്ട്രാ ലോങ് കുറേ ദിവസങ്ങളോളം, ഒരു വർഷത്തോളമൊക്കെ ലിവറേജ് കിട്ടുന്ന വേറെ ബ്രോക്കറുണ്ട്. ആ ബ്രോക്കർ ആകുമ്പോൾ ഞാനത് പറയുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ ധന്നിനെ കുറിച്ച് പറയാൻ, സ്പെഷ്യലായിട്ട് പറയാൻ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഓക്കെ, അപ്പം നിങ്ങളിത് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ ഈ ഒരു ഓപ്പൺ ഈസ് ഈക്വൽ ടു ഹൈ എന്നുള്ള അല്ലെങ്കിൽ ലോ എന്നുള്ള ഒന്ന് രാവിലെ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾ കുറച്ച് ദിവസം വാച്ച് ചെയ്തതിന് ശേഷം ഇതൊക്കെ എടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം സിങ് ചെയ്യുന്നവർക്ക് 52 വീക്ക് ലോയിലുള്ള സ്റ്റോക്കുകൾ എടുത്തിട്ട് ചാർട്ട് കൂടെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് നല്ലൊരു ട്രേഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.